റിംജിംഗഞ്ച് എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ അമിത് എന്നു പേരായ വ്യക്തി തന്റെ ഭാര്യ ദീപ്തി, മക്കൾ കവിഷ് പിന്നെ അർപ്പിത്തിന്റെ കൂടെ ജീവിച്ചിരുന്നു. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറയുന്നു വീട്ടിലേക്ക് ഒരു അലമാര വാങ്ങിക്കൊണ്ടുവരാൻ. കവിഷും അർപ്പിത്തും രണ്ടുപേരും വലിയ കുട്ടികളായി. അവർക്ക് ഒരുപാട് ഡ്രസ്സുകളും ഉണ്ട്. അത് എത്ര നാളിങ്ങനെ സഞ്ചി കെട്ടി വെക്കും പറയൂ? നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ ഇന്ന് തന്നെ മാർക്കറ്റിൽ പോയിട്ട് ഒരു നല്ല അലമാരി അങ്ങ് വാങ്ങിട്ട് വന്നേക്കാം. അമിത് മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് അലമാര വിൽക്കുന്ന കട അന്വേഷിച്ചുകൊണ്ട് നടന്നു. അപ്പോഴാണ് അവിടെ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട അവന്റെ ശ്രദ്ധയിൽ പെട്ടത്. അവിടെ ഒരു പഴയ അലമാരയും ഉണ്ടായിരുന്നു. അമിത് അത് വാങ്ങി തന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്നു. അത് കണ്ട് ദീപ്തി എന്താണ് പറഞ്ഞതെന്നോ? അലമാരയല്ല വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞത്, ഇതൊരുപാട് പഴയ അലമാരയാണല്ലോ. ഒരു പുതിയ അലമാര വാങ്ങാൻ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം? ദീപ്തി തന്റെ തുണികളെല്ലാം എടുത്ത് അതിൽ വച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കവിത്തിന്റെയും അർപ്പിത്തിന്റെയും കൂട്ടുകാരിയായിരുന്ന പ്രീതി അവരെ വിളിക്കാൻ വീട്ടിലേക്ക് വന്നു. കവീഷ്, അർപ്പിത്, രണ്ടുപേരും എവിടെയുള്ളത്? നിങ്ങൾ എന്താ മറന്നുപോയോ? ഇന്ന് നമുക്ക് മ്യൂസിയം കാണാൻ പോകണ്ടേ? ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നത്. വരൂ, ഞാനും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ ടൈ മാത്രമാണ് കെട്ടേണ്ടത്. അമ്മ അലമാരിൽ വെച്ചിട്ടുണ്ട്. കവിഷ് അലമാരയിൽ ടൈ അന്വേഷിച്ചു. പക്ഷെ അവൻ ആ ടൈ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അവൻ അലമാരയ്ക്കുള്ളിലേക്ക് പോയി മറഞ്ഞു. അത്ഭുതം! അലമാരയ്ക്കുള്ളിൽ മറ്റൊരു ലോകമുണ്ടായിരുന്നു. കവിഷ് അലമാരയുടെ ഉള്ളിലിരുന്ന് അർപ്പിത്തിനെയും പ്രീതിയെയും വിളിച്ചു. അർപ്പിത്, പ്രീതി, ഞാൻ അലമാരിനുള്ള ഉള്ളത്. അകത്തേക്ക് വരൂ. ഇവിടെ വന്ന് നോക്കൂ എന്താ ഉള്ളതെന്ന്. ഈ കവിഷ് അലമാരയുടെ ഉള്ളിലേക്ക് പോയോ? ശരി, വാ, നമുക്ക് എന്താന്ന് അവിടെ പോയി നോക്കാം. അങ്ങനെ പ്രീതിയും അർപ്പിത്തും രണ്ടുപേരും അലമാരയ്ക്കുള്ളിലേക്ക് പോയി. അങ്ങനെ ആ സ്ഥലത്ത് അവരെന്ത് കണ്ടെന്നോ? അവിടെ പുതിയൊരു ലോകമുള്ളത്. സൂര്യനും ചന്ദ്രനും രണ്ടും ഒരേ സമയത്ത് ആകാശത്തുണ്ടായിരുന്നു. അത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് ഐസ് കൊണ്ടാണ്. ഇവിടെ നോക്കൂ കുട്ടികളെ, നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ അലമാര വഴിയിലേക്കാണ് വന്നത്. ഹോ, അങ്ങനെ വെച്ചാൽ ആ അലമാര നിങ്ങളിടത്താണോ ഉള്ളത്? ഇവിടെ വീട്, സൂര്യൻ, ചന്ദ്രൻ എല്ലാം മഞ്ഞുകൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു വലിയ കഥ തന്നെയാണ് മോളെ. പൊയ്ക്കോ, നിങ്ങൾ നിങ്ങളുടെ ലോകത്തിലേക്ക് പൊയ്ക്കോ. അവിടെ സന്തോഷമായിട്ട് ഇരുന്നോളൂ. ഇവിടെ നോക്കൂ സാറേ, ദയവായിട്ട് ഞങ്ങൾക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾക്ക് ആ കഥ കേൾക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വരൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്ന അവരെ കുറച്ചു ദൂരം മുൻപോട്ടേക്ക് കൊണ്ടുപോയി അവരുടെ തലവനെ കാണിച്ചു. അവർ മഞ്ഞുകൊണ്ട് ഉറഞ്ഞുപോയ നിലയിലായിരുന്നു. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ലോകത്തിന്റെ മുതലാളി. ശരിക്കും പറഞ്ഞാൽ ഒരു 20 കൊല്ലം മുമ്പ് ഞങ്ങളുടെ മുതലാളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അത് വന്നിട്ട് ഈ ഗ്രാമം വന്നിട്ട് പുരലോകത്തിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. ഈ ഗ്രാമം വന്നിട്ട് എന്റെ മുന്നോറുകളൊക്കെ ഒരു പുതുവിധമായിട്ട് ഉണ്ടാക്കിയതാണ്. അതിനുള്ള കഥവ് എന്റെ അടുത്താണ് ഉള്ളത്. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റു ലോകത്തിലുള്ള ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് നമുക്ക് ഒന്നിച്ച് ജീവിച്ച് സന്തോഷമായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ലോകത്തിന്റെ കഥവ് ഒരു അലമാരന്റെ ഉള്ളിലാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഗ്രാമത്തലവൻ മറ്റു ലോകത്തിലുള്ള ആളുകളുമായി ചേർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. മറ്റൊരു ലോകത്തിലേക്ക് പോകാനുള്ള വാതിൽ അലമാര കൊണ്ട് മറച്ചു വെച്ചു. അതായത് അവർ മറ്റൊരു ലോകത്തിലേക്ക് പോയി അവിടെ ജീവിക്കുന്ന ജനങ്ങളെ കാണാൻ പോയി. ഗ്രാമത്തലവൻ അങ്ങനെ അവിടെ എത്തി. അങ്ങനെ ആ സ്ഥലത്ത് സിദ്ധാന്ത് എന്നു പേരുള്ള ഒരാളെ അദ്ദേഹം കണ്ടു. നിങ്ങൾ എവിടുന്നാണ് വന്നിരിക്കുന്നത്? ഇതിനു മുമ്പ് നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അതെ, ഞാൻ ഈ ഗ്രാമത്തിലുള്ള ആളല്ല. ഞാൻ പുറം ലോകത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വേറെ ലോകം എന്ന് വെച്ചാൽ? അതെ, ഞാൻ വേറെ ലോകത്തിൽ നിന്ന് വരികയാണ്. അതായത് എന്റെ മുന്നോറുകളൊക്കെ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം അവരിവിടെ ഒരു പുതിയ ലോകമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തോട് സംബന്ധം വെക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെയുള്ള ജനങ്ങൾ എങ്ങനെപ്പെട്ടവരാണെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമാണ്. അത് സത്യമാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ലോകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോ. ഞാനും വന്ന് നോക്കിക്കോളാം നീ പറയുന്നതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന്. ഗ്രാമത്തലവൻ സിദ്ധാന്തിനെ ആ അലമാരയുടെ അകത്തേക്ക് കൊണ്ടുവന്നു. ജമീന്ദാർ ഈ ലോകത്തിലേക്ക് വന്ന അവിടുത്തെ കാഴ്ച കണ്ട് അത്ഭുത പരതന്ത്രനായി. ഇത് ശരിക്കും വേറെ ലോകം തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെയാണ് സാധ്യമായത്? എന്റെ മുന്നോറുകളാണ് ഈ ലോകമൊക്കെ ഉണ്ടാക്കിയത്. അവർക്ക് കടലിന്റെ നടുവിൽ ഒരു മായ വൈരം കിട്ടിയിരുന്നു. അതിന്റെ സഹായം കൊണ്ട് അവർ ഈ ലോകം ഉണ്ടാക്കിയത്. ഞാൻ ആ മായ വൈരം കാണുന്ന ആഗ്രഹിക്കുന്നു. നിങ്ങൾ അത് എനിക്ക് കാണിക്കുന്നോ മുതലാളി? വേറെ ലോകത്തിലുള്ള ആൾക്കാർക്ക് ആ വൈരം കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് ഞങ്ങളുടെ മേലെ ഒരു വിശ്വാസം വരുള്ളൂ.
ഗ്രാമത്തലവൻ സിദ്ധാന്തിന് ആ വജ്രം കാണിച്ചു കൊടുത്തു. ഇത് കണ്ട ജമീന്ദാറിന് വളരെയധികം ആശ്ചര്യം തോന്നി. ഇത് വളരെ ഭംഗിയായിട്ട് അത്ഭുതമായിട്ടുണ്ടല്ലോ. ഈ വൈരമാണ് ഞങ്ങളുടെ ലോകം തന്നെ പാതുകാപ്പായിട്ട് നോക്കുന്നത്. ഈ ലോകം വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഞാൻ എന്റെ ലോകത്തിലേക്ക് പോയിട്ട് മക്കളെല്ലാരും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സിദ്ധാന്ത് തന്റെ ലോകത്തിൽ തിരിച്ചു വന്നു. എന്നിട്ട് ആ വജ്രം എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്ന് ആലോചിച്ചു. പിറ്റേ ദിവസം സിദ്ധാന്ത് എങ്ങനെയോ ആ അളമാര വഴി ആ ലോകത്തിലേക്ക് വീണ്ടും വന്നെത്തി. അയാൾ നേരെ വജ്രത്തിന് അടുത്തേക്കെത്തി. ആ വജ്രം ആ സ്ഥലത്ത് നിന്നും എടുക്കാൻ പരിശ്രമിച്ചു. അതിനിടയിൽ അവിടേക്ക് ഗ്രാമത്തലവൻ വന്നു. നിർത്തൂ, അങ്ങനൊന്നും ചെയ്യരുത്. പക്ഷെ പെട്ടെന്ന് തന്നെ സിദ്ധാന്ത് ആ വജ്രം കയ്യിലെടുത്തു. അത് എടുത്ത ഉടനെ ആ ഗ്രാമത്തലവനും ആ ലോകവും മഞ്ഞുകട്ടയായി മാറി. അതായത് ആ സമയം അവിടെ നിന്നുപോയതുപോലെ. ഇതുകൊണ്ടാണ് ഈ മൊത്തം ലോകവും ഐസായിട്ട് മാറിയത്. ഏതോ ഒരു സിദ്ധാന്ത് കൊണ്ടാണ് ഈ വൈരം അവന്റെ അടുത്ത് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടുള്ളത്. സിദ്ധാന്ത് എന്ന പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. സിദ്ധാന്ത്, നീ എന്താ മറന്നോ? നമ്മുടെ ഗ്രാമത്തിന്റെ യജമാന്റെ പേരും സിദ്ധാന്താണ്. തീർച്ചയായും അദ്ദേഹമാണ് ആ വൈരം മോഷ്ടിച്ചിട്ടുണ്ടാവുക. ഇവിടെ നോക്കൂ, ഒരു പക്ഷെ ഞങ്ങൾ ആ വൈരം ഇവിടെ എടുത്തിട്ട് വന്നാൽ അതേ സ്ഥലത്ത് തിരിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും ഇതൊക്കെ എല്ലാം പഴയതായിട്ട് മാറുമല്ലേ? തീർച്ചയായും ഒരു പക്ഷേ ആ വൈരം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പഴയതുപോലെ തന്നെ അങ്ങ് മാറിക്കോളും. അപ്പൊ നിങ്ങൾ അത് വിഷമിക്കേ വേണ്ട. ഞങ്ങൾ ആ വൈരക്കല്ല് എങ്ങനെയെങ്കിലും ആ കള്ള ജമീന്ദാരുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നേക്കാം. പേടിക്കണ്ട. പിന്നെ വീണ്ടും തന്നെ ഈ ലോകം പഴയതുപോലെ തന്നെ മാറ്റി തന്നേക്കാം. പ്രീതിയും അർപ്പിത്തും കവീഷ് അവരുടെ ലോകത്തേക്ക് തിരിച്ചു വന്നു. നമ്മൾ എന്തോ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്നു, ആ വജ്രം തിരിച്ചു കൊണ്ടുവരുമെന്ന്. പക്ഷെ നമ്മൾ എങ്ങനെ ആ വജ്രം എടുത്തുകൊണ്ടുവരും? നമ്മൾ ആ കള്ളന്റെ വീട്ടിൽ പോയിട്ട് എന്തായാലും മോഷ്ടിച്ചേ പറ്റുള്ളൂ. അതിനുള്ള വഴി എന്റെ അടുത്ത് നന്നായിട്ടുണ്ട്. പിറ്റേ ദിവസം കവീഷ് ജമീന്ദാരുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്താടാ മോനെ, എന്തിനാ നീ ഇത്ര അവസരമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? അത് പിന്നെ മുതലാളി വേഗമായിട്ട് വരാൻ പറഞ്ഞിരുന്നു. വളരെ അവസരമാണ്, ഒന്ന് വേഗം വരൂ. ജമീന്ദാർ ഗ്രാമത്തലവനെ കാണാനായി പോയി. മറ്റൊരു വശത്തുകൂടെ പ്രീതിയും അർപ്പിത്തും ജമീന്ദാരുടെ വീട്ടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. ഇപ്പൊ വേഗം തന്നെ ആ വയറുകല്ല് നമുക്ക് തേടാം. അർപ്പിത്, നീ വീടിന്റെ പുറത്തേക്ക് വന്നു പോയി നിന്നോ. ഒരു പക്ഷെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന മുമ്പ് ആ ജമീന്ദാർ വീണ്ടും വന്നാൽ നീ അയാളടുത്ത് വേറെ എന്തെങ്കിലും പറഞ്ഞൊന്ന് കുഴപ്പമിട്ടേക്ക്. അർപ്പിത് വീടിന് മുന്നിൽ നിന്ന് കാവൽ നോക്കി. പ്രീതിയും കവീഷുമാണെങ്കിലോ വീടിനുള്ളിൽ മുഴുവൻ ആ വജ്രം അന്വേഷിച്ചു. അപ്പോഴാണ് അർപ്പിത് ജമീന്ദാർ തിരിച്ചു വരുന്നത് കണ്ടത്. എന്റെ ദൈവമേ, ആ ജമീന്ദാർ ഇങ്ങോട്ട് തന്നെയാണല്ലോ വന്നോണ്ടിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എന്താ ഇത്? ആ തലവർ എന്നെ വിളിച്ചിട്ടേ ഇല്ലെന്നാണല്ലോ പറയുന്നത്. ജമീന്ദാർ ചേട്ടാ, നിങ്ങളുടെ വയലിൽ തീ പിടിച്ചെന്നാ പറയുന്നത്. പൊയ്ക്കോ, വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിലേ നിങ്ങളുടെ എല്ലാ വെള്ളത്തിലും കത്തിപ്പോകുന്നാ പറയുന്നത്. എന്ത്? ഷെടാ, ഇന്ന് എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പെട്ടെന്ന് തന്നെ ജമീന്ദാർ തന്റെ വയലിലേക്ക് ഓടി. ഷെടാ, നിങ്ങൾക്ക് ആ വയറുകല്ല് കിട്ടിയോ ഇല്ലയോ? ഇല്ല, വീട് മുഴുവൻ ഞാൻ അന്വേഷിച്ചു, പക്ഷെ ആ വജ്രം കാണാനേ ഇല്ല. കിട്ടിപ്പോയി, എനിക്ക് ആ വയറുകല്ല് കിട്ടിപ്പോയി. ഇദ്ദേഹം ഈ പെട്ടിയുടെ ഉള്ളിലാണ് ഒളിച്ചു വെച്ചിരുന്നത്. കവീഷിന്റെ കയ്യിൽ ആ വജ്രം ലഭിച്ചു. അവരെല്ലാവരും വീട്ടിന് പുറത്തേക്കിറങ്ങി. എന്നിട്ട് തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ പെട്ടെന്ന് ജമീന്ദാർ അവിടേക്ക് എത്തിച്ചേർന്നു. നിൽക്കോ, ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തോ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തന്നേക്കേ, എന്റെ വയറുകല്ലങ്ങ് തന്നേക്കേ. ഈ വജ്രം നിങ്ങളുടേതല്ല, ഇത് നിങ്ങൾ മറ്റൊരു ലോകത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. തന്നേക്കേ, ഇല്ലെങ്കിൽ ഹർപ്പിക്, പ്രീതി, ഓടിക്കോ. 3 പേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. 3 പേരും പെട്ടെന്ന് തന്നെ അളമാരയുടെ സമീപത്തേക്ക് പോയി. ജമീന്ദാർ സിദ്ധാന്ത് അവരെ പിന്തുടർന്ന് വന്ന് അവിടെ എത്തിച്ചേർന്നു. പക്ഷെ ആ സമയത്തിനുള്ളിൽ അവർ 3 പേരും മറ്റൊരു ലോകത്തേക്ക് പോയി. എന്നിട്ട് ആ വജ്രം ആ സ്ഥലത്ത് തന്നെ നിക്ഷേപിച്ചു. എല്ലാം പഴയതുപോലെയായി. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജമീന്ദാറും എത്തിച്ചേർന്നു. അത് എന്റെ വൈരമാണ്, അത് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചെടുത്തേക്കും. ജമീന്ദാർ ആ വജ്രം എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഗ്രാമത്തലവൻ അദ്ദേഹത്തോട് എന്തു പറഞ്ഞു? നിർത്തു സിദ്ധാന്ത്, നീ വീണ്ടും ആ വൈരക്കല്ല് എടുക്കണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു ഐസ് കട്ടിയായിട്ട് മാറിപ്പോവും. ജമീന്ദാർ ആ വജ്രം തൊട്ട ഉടനെ തന്നെ അദ്ദേഹം ഒരു മഞ്ഞകട്ടയായി മാറി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, പക്ഷെ ഈ സിദ്ധാന്ത് പറഞ്ഞത് കേട്ടിട്ടേ ഇല്ല. അവർ ചെയ്ത കുറ്റത്തിന് ശിക്ഷ ലഭിച്ചു. സിദ്ധാന്ത് അദ്ദേഹം ചെയ്ത് പലനൊക്കെ അനുഭവിക്കുകയാണ്. നന്ന എല്ലാ കാര്യങ്ങളും ഗ്രാമത്തലവനോട് പറഞ്ഞു. അതായത് പ്രീതി, കവീഷ് പിന്നെ അർപ്പിത് അവരെ എങ്ങനെ രക്ഷിച്ചെന്ന്. ഞാൻ നിങ്ങളുടെ 3 പേർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും ക്ഷമ ചോദിച്ചേ പറ്റുള്ളൂ. ഈ ലോകത്തിലുള്ള ഈ ആൾക്കാരെ കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും കഷ്ടം ആയിരിക്കുന്നത്.
ഒരു മനുഷ്യൻ ചീത്തയായതുകൊണ്ട് നിങ്ങളുടെ ലോകത്തിലെ എല്ലാവരും ചീത്ത ആൾക്കാർ ഞാൻ പറയില്ല. നിങ്ങൾ എല്ലാവരും സഹായം ചെയ്ത് ഞങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 3 പേരും എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് പോകാം. അന്നു മുതൽ പ്രീതി, കവിഷ് പിന്നെ അർപ്പിത് അളമാരയിലൂടെ മറ്റൊരു ലോകത്തേക്ക് വന്നും പോയിക്കൊണ്ടുമിരുന്നു.